മഞ്ചേശ്വരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്തു. അനുബന്ധമായി നിർമ്മിക്കുന്ന 2 കെട്ടിടങ്ങളുടെ പ്രവൃത്തിക്കും മന്ത്രി തുടക്കം കുറിച്ചു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. 60 വർഷത്തിനിപ്പുറം മഞ്ചേശ്വരത്തിന്റെ ആരോഗ്യമേഖല കണ്ട ഏറ്റവും വലിയ നിർമ്മിതികൾക്കാണ് മണ്ഡലത്തിലെ ജനത ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മഞ്ചേശ്വരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും അനുബന്ധമായി നിർമ്മിക്കുന്ന 2 കെട്ടിടങ്ങളുടെ പ്രവൃത്തിയും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം മഞ്ചേശ്വരത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രി ആകട്ടെ, മംഗൾപാടിയിലെ താലൂക്ക് ആശുപത്രി ആകട്ടെ, അതോടൊപ്പം തന്നെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെ ഒരു 10, 50, 60 വർഷത്തിനപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നേരിട്ട് വന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിച്ചു അടുത്തിടെ. അതിൽ സന്തോഷം അറിയിക്കുന്നു. തത്സമയം ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മണ്ഡലം MLA AK അഷ്റഫ് ശിലാഫലകവും അനാച്ഛാദനം ചെയ്തു. ആതുരസേവന രംഗത്ത് നിരവധിയായ സംഭാവനകൾ നൽകിയ മഞ്ചേശ്വരത്തെ ജനകീയ ഡോക്ടറും കലാകാരനും എഴുത്തുകാരനുമായ K രാമാനന്ദ മാനാരിയെ ഉദ്ഘാടന വേദിയിൽ ആദരിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊണ്ടേരോ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഹനീഫ്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുറഹ്മാൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൽ ഹമീദ്, സരോജ ആർ ബല്ലാൽ, സുപ്രിയ ഷേണായി, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, ദേശീയ ആരോഗ്യ ദൌത്യം എഞ്ചിനീയർ നിതിൻ, ML അശ്വിനി, അനിൽകുമാർ, M ചന്ദ്രാവതി, ഫാത്തിമത്ത് സുഹറ, K അശോക, KV രാധാകൃഷ്ണ എന്നിവർ സംസാരിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ സ്വാഗതവും കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ പ്രഭാകർ റായി നന്ദിയും പറഞ്ഞു. 36 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുണ്ടായിരുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതവും ദേശീയ ആരോഗ്യ ദൌത്യം ആർദ്രം പദ്ധതിയും സംയുക്തമായാണ് പദ്ധതി പൂർത്തീകരിച്ചത്. HLL ലൈഫ് കെയർ ലിമിറ്റഡിനായിരുന്നു നിർമ്മാണ ചുമതല. ആർദ്ര നിലവാരത്തിൽ നിലവിലുള്ള കെട്ടിടത്തിൽ കാത്തിരിപ്പ് മുറികൾ, രജിസ്ട്രേഷൻ കൌണ്ടറുകൾ, രോഗി സൌഹൃദ ശുചിമുറികൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശുചിമുറികൾ, ഭിന്നശേഷിക്കാർക്കുള്ള റാമ്പ്, പ്രീ ചെക്കപ്പ് കൌൺസിലിംഗ് സംവിധാനം, രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പരിശോധനാ മുറികൾ, ഇഞ്ചക്ഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഒബ്സർവേഷൻ റൂം, നഴ്സസ് സ്റ്റേഷൻ, ലാബ്, ഫാർമസി, ലാബ് വെയിറ്റിംഗ് ഏരിയ, ഇമ്മ്യൂണൈസേഷൻ മുറി, കാത്തിരിപ്പ് മുറികൾ എന്നിവയെല്ലാമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.